നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി. സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാരോ ഇല്ലാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. കുമളി ചോറ്റുപാറയിൽ വിവാഹ ആവശ്യത്തിന് വെച്ചിരുന്ന പണവും സ്വർണവും മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. പിടിയിലായത് വണ്ടിപ്പിരിയാർ കീരിക്കര സ്വദേശി മഹേന്ദ്രൻ. ഇയാളുടെ പേരിൽ നിരവധി മോഷണ കേസുകൾ ഉള്ളതായി പോലീസ്. CPM വണ്ടൻമേട് ഏരിയ കമ്മിറ്റിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമെന്ന നേതാക്കൾ. രാഷ്ട്രീയ എതിരാളികളുടെ ഗൂഢലക്ഷ്യമാണ് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും വണ്ടൻമേട് ഏരിയ കമ്മിറ്റി. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച നാട്ടുകാർ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ ചില സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി. ചികിത്സാ സൗകര്യങ്ങൾ തീരെ അപര്യാപ്തമായ ഹൈറേഞ്ച് മേഖലയിൽ സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി. എന്നാൽ ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാരോ ഇല്ലാതെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ നിലയിലാണ്. 26 ഡോക്ടർമാർ ആവശ്യമായ ഇവിടെ പകുതിയോളം ഡോക്ടർമാർ പോലും നിലവിലില്ല. 3 ഡോക്ടർമാർ വേണ്ട കാഷ്വാലിറ്റിയിൽ ഒരാൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളും നാമമാത്രമായേ പ്രവർത്തിക്കുന്നുള്ളൂ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ദിവസം 8 മണിക്കൂർ ലഭ്യമാക്കണമെന്നതാണ് നിയമം. എന്നാൽ മിക്കവരും രാവിലെ 9:30ക്കും 10നും എത്തിയ ശേഷം ഉച്ചകഴിഞ്ഞ് 2-ന് പടിയിറങ്ങുമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സ്ഥിരമായി അവധിയെടുക്കുന്നതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഗൈനക്കോളജി വിഭാഗത്തിലെ പ്രധാന ഡോക്ടർ ട്രാൻസ്ഫറായി പോയതുകൊണ്ട് രോഗികൾ സ്വകാര്യ ആശുപത്രികളിലെ ഗൈനക്കോളജി ഡോക്ടർമാരെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുന്നു. നേത്രവിഭാഗം ഡോക്ടർ വല്ലപ്പോഴും മാത്രമേ ഡ്യൂട്ടിക്ക് എത്താറുള്ളൂ. ആവശ്യത്തിന് നഴ്സിംഗ് സ്റ്റാഫുകളില്ലെന്നത് മറ്റൊരു പോരായ്മയാണ്. ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തിക്കുന്നില്ല. പാരസെറ്റാമോളും ഗ്ലൂക്കോസുമല്ലാതെ വിലയുള്ള ഒരു മരുന്നും ഇവിടുത്തെ ഫാർമസിയിൽ ലഭ്യമല്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. സാധാരണക്കാർക്കേകെ ആശ്രയമായ ഈ ആശുപത്രിയുടെ ദുർസ്ഥിതിക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആശുപത്രിക്ക് മുമ്പിൽ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് കിഴക്കേക്കവരയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം KPCC സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രി ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. ഇവിടെ 28 ഡോക്ടർമാരാണ് നിലവിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുകയാണെങ്കിൽ 28 ഡോക്ടർമാരുണ്ടാകണം. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ യശോധരൻ പറഞ്ഞത് ശരിയല്ല. 10-12 ഡോക്ടർമാരൊന്നുമില്ല. ഇന്ന് നിങ്ങൾ താലൂക്ക് ആശുപത്രി ചെന്നാൽ 8 ഡോക്ടർമാർ മാത്രമാണ് അവിടെയുള്ളത്. ആ 8 ഡോക്ടർമാരിൽ പോലും കരോൾ ഡോക്ടറെ പോലുള്ള ആളുകൾക്ക് ശബരിമല ഡ്യൂട്ടിയും മറ്റ് ഹോസ്പിറ്റലിന്റെ അഡീഷണൽ ചാർജും കൊടുത്തിരിക്കുകയാണ്. 23 ഡോക്ടർമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഡോക്ടർമാരൊന്നും ഈ ഹോസ്പിറ്റലിൽ വരുന്നില്ല. പകുതി ആളുകൾ സ്വകാര്യ പ്രാക്ടീസും അവരുടെ സ്വകാര്യ ഹോസ്പിറ്റൽ സേവനവുമായി പോവുകയാണ്. ചില ആളുകൾ വർക്ക് അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായി മറ്റ് ചില ഹോസ്പിറ്റലുകളിൽ, ഇപ്പം മുണ്ടിരുമലെ PHC, അതുപോലുള്ള പാമ്പാടുംപാറ PHC പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ വർക്ക് അറേഞ്ച്മെന്റ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ വർക്ക് അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായും ഒക്കെ ഡോക്ടർമാർ പല മേഖലയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായി ഹോസ്പിറ്റലിൽ വരുന്ന ഡോക്ടർമാരുടെ എണ്ണം 8ആണ്. ആ അവസ്ഥയാണ് ഇന്നുള്ളത്. ഈ 3-4 പഞ്ചായത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയാണ്, അല്ലാതെ ചെറിയ ആളവല്ല. ഞാൻ വോട്ടർമാരുടെ എണ്ണമല്ല പറഞ്ഞത്. ജനസംഖ്യ 1.5 ലക്ഷത്തിലധികമാണ്. നെടുങ്കണ്ടം പഞ്ചായത്തിൽ 50,000 ആളുകൾ ജീവിക്കുന്നുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ, മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ, ജനറൽ സെക്രട്ടറിമാരായ G മുരളീധരൻ, ബിജോ മാണി, നേതാക്കളായ KN തങ്കപ്പൻ, B ശശിധരൻ നായർ, ടോമി ജോസഫ്, രാജേഷ് അമ്പഴത്തിങ്കൽ, MS മഹേശ്വരൻ, ജോയി കുന്നുവിള, മിനി പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു.
കുമളി ചോറ്റുപാറയിൽ വിവാഹ ആവശ്യത്തിന് വെച്ചിരുന്ന പണവും സ്വർണവും മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശി മഹേന്ദ്രനെയാണ് കുമളി പോലീസ് പിടികൂടിയത്. ഇയാളുടെ പേരിൽ നിരവധി മോഷണ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. കുമളി മുരിക്കടി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇയാളുടെ വീട്ടിൽ നിന്നും 3 പവൻ സ്വർണവും 27,000 രൂപയും പോലീസ് കണ്ടെടുത്തു. തുടർന്ന് വണ്ടിപ്പെരിയാറിലെ സ്വർണ്ണപ്പണയ വായ്പാ സ്ഥാപനങ്ങളിൽ പണയം വെച്ച സ്വർണം കണ്ടെടുക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. മഹേന്ദ്രൻ തന്നെയാണ് 6 മാസം മുൻപ് പശുമലയിൽ എസ്റ്റേറ്റ് സൂപ്പർവൈസറുടെ ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. ഈ കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇയാൾ വീണ്ടും മോഷണം നടത്തിയത്. കൂടാതെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണ്. തൊണ്ടി മുതൽ പൂർണ്ണമായും കണ്ടെടുത്ത ശേഷം പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കും. തുടർന്നാവും വണ്ടിപ്പെരിയാർ പീരുമേട് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക. കുമളി സർക്കിൾ ഇൻസ്പെക്ടർ സുജിത് കെ.എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CPM വണ്ടൻമേട് ഏരിയ കമ്മിറ്റിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികളുടെ ഗൂഢലക്ഷ്യമാണ് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും വണ്ടൻമേട് ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി. വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് CPM വണ്ടൻമേട് ഏരിയ കമ്മിറ്റി അംഗം സിബി എബ്രഹാമും കോൺഗ്രസ് നേതാവ് രാജാ മാട്ടൂക്കാരനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം നവമാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു. തുടർന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് സിബി എബ്രഹാമിനോട് വിശദീകരണം തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിബിക്കെതിരായി നടപടി സ്വീകരിക്കുകയും പരസ്യ ശാസനയ്ക്ക് വിധേയമാക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. ആ യോഗത്തിൽ സിബി എബ്രഹാം വിശദീകരണം ചോദിച്ചു. സിബി എബ്രഹാം അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി. ഒന്ന്, ബാങ്ക് തെരഞ്ഞെടുപ്പൊക്കെ ആരംഭിക്കുന്നതിന് മുൻപാണ് ഈ സംഭാഷണം നടന്നിട്ടുള്ളത്. സിബി എബ്രഹാം അക്കാര്യത്തിൽ പാർട്ടിയുടെ മുമ്പിൽ തനിക്ക് കശവ് പറ്റിയെന്നും കുറ്റം ഏറ്റുപറയുകയും പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും വിധേയനായി നിന്നുകൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നത് തുടർന്നാണ് സിബിയെ തെറ്റ് സംബന്ധിച്ച സാഹചര്യത്തിൽ പിന്നെ മറ്റു നടപടി പോകുന്ന കാര്യമില്ലാന്ന് തീരുമാനിച്ചു. മാത്രമല്ല, സംഭാഷണം മാത്രം ആകുള്ളൂ, മറ്റു കാര്യങ്ങളും ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ അയാളുടെ സ്ഥാനാർത്ഥി അയാളെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി വിരുദ്ധമായ ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല. അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ അത് എന്താണെങ്കിലും സിബിയെ സംബന്ധിച്ച് തെറ്റ് സംബന്ധിച്ച സാഹചര്യത്തിൽ പാർട്ടി സിബിയെ പരസ്യമായി ശാസനയ്ക്ക് വിധേയനാകാൻ തീരുമാനിച്ചു. പാർട്ടി നടപടികളിൽ പ്രധാനപ്പെട്ട ഒരു നടപടി തന്നെയാണ് പുറത്താക്കലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യലും കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് പരസ്യ ശാസനയ്ക്ക് വിധേയനാക്കുക. അപ്പം അങ്ങനെ നടപടി എടുത്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ആ നടപടി എടുത്തതിന് ശേഷം വീണ്ടും പത്രത്തിൽ ഇന്നും പത്രങ്ങൾ വാർത്ത ഉണ്ടായിരുന്നു. അപ്പം അത് പാർട്ടിക്കകത്ത് എന്തോ ഭിന്നതയുണ്ടെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭിന്നതൊന്നും പാർട്ടിക്കകത്തില്ല. പാർട്ടി തീരുമാനമെടുത്തു, അതിന് വിധേയമായിട്ട് സിബിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ഏരിയ സെക്രട്ടറി TSBC, ജില്ലാ കമ്മിറ്റി അംഗം KR സോദരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PK രാമചന്ദ്രൻ, സതീഷ് ചന്ദ്രൻ, S സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. കാഞ്ചിയാർ കക്കാട്ടുകടയിൽ ചില സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും പല ഭാഗത്തു നിന്നും പരാതികളും ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. കാഞ്ചിയാർ കക്കാട്ടുകടയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം സംരക്ഷിക്കുന്നുവെന്നാണ് നിലവിൽ പ്രദേശവാസികളുടെ പരാതി. റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കായി കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കം ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണ് മണ്ണ് നീക്കിയിരിക്കുന്നതെന്നാണ് ആരോപണം. ഇത് റോഡിന്റെ വീതിയെയും പ്രതികൂലമായി ബാധിക്കും. പഞ്ചായത്ത് അടക്കമുള്ളവരുടെ മൗനസമ്മതത്തോടെ സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിനാണ് ഇത്തരത്തിലെ പ്രവർത്തനം നടക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരു ബസ് വന്നാൽ 2-3 പ്രാവശ്യം ആട്ടിയെടുത്താണ് ഇത് ഇപ്പോൾ നിലവിൽ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിങ്, അതിനെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ വളച്ച് ഇവർ നേരെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി വളച്ചിടും. ഇവിടെ ടാറിങ് വീതി കുറവുണ്ട്. അത് അധികാരികളോട്, അവരുടെ റോഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോഴും അവരും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വീതി കുറവുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ പണിയാൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇവിടെ വീതി കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു വീതി എന്താ നിങ്ങളുടെ തടസ്സം ചോദിച്ചു. വീതി കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറവുണ്ടെന്ന് അവരെ അളന്ന് നോക്കിയപ്പോൾ ശരിയാണെന്ന് പറഞ്ഞു വെച്ച് ഇവിടെ നിർത്തിച്ച് പോവുകയാണ് ചെയ്തത്.
അപ്പം ഈ ഒരു വ്യക്തിയെ സംരക്ഷിക്കാനായിട്ട് നൂറുകണക്കിന് വാഹനങ്ങൾ വരുന്ന ഈ വഴിയെ അവരെ സംരക്ഷിക്കാനായിട്ട് ഇത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുതന്നെയല്ല, നിരന്തരമായിട്ട് റോഡ് അപകടങ്ങൾ കൂടുതലുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് ഒരു വണ്ടി കയറി വന്ന് ഇതിലൂടെ വരുന്ന വണ്ടിയെ കാണാൻ പറ്റുന്നില്ല. പല പ്രാവശ്യം പല അപകടങ്ങളും ഇവിടെ നിലവിലുണ്ടായിട്ടുണ്ട്. ആളുകൾ ഞങ്ങൾക്കുള്ള ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഇത് കൃത്യമാക്കി തരണം. ഈ യഥാർത്ഥത്തിൽ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ വീതി ഇവിടെ ഉണ്ടാക്കി ഈ വഴി സംരക്ഷിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കക്കാട്ടുകടയിൽ നിന്ന് മഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ സ്വകാര്യ കെട്ടിടത്തെ ഒഴിവാക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. മുൻപ് ഈ ഭാഗത്തെ മതപരമായ നിർമ്മാണങ്ങളടക്കം റോഡ് വികസനത്തിനായി പൊളിച്ചു നീക്കിയിരുന്നു. കൂടാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളുമാണ് പൊളിച്ചു നീക്കിയത്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ വ്യക്തിക്കായി ഇത്തരത്തിലെ പ്രവർത്തനം നടത്തുന്നത് പ്രതിഷേധകരമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. സംസ്ഥാന പാതയ്ക്ക് വീതി കുറവുണ്ടാകുന്നതിനൊപ്പം മഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാതയ്ക്കും നിലവിലെ കരാറുകാരന്റെ നടപടി പ്രതിസന്ധി സൃഷ്ടിക്കും. വലിയ വാഹനങ്ങളടക്കം ഏറെ ബുദ്ധിമുട്ടിയാണ് പ്രധാന റോഡിൽ നിന്നും അഞ്ചുരുളി റോഡിലേക്ക് കടക്കുന്നത്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. മുറിഞ്ഞപുഴ പുന്നക്കൽ നാരായണന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. കുട്ടിക്കാനം മുറിഞ്ഞപുഴയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് അപകടം നടന്നത്. അപകടം നടന്ന ഉടൻ വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഷ്ണു സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ നിന്ന് വന്ന മറ്റൊരു വാഹനം തട്ടിയതായും പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ സ്ഥിരീകരണം ഇല്ല. മൂവാറ്റുപുഴ വാഴക്കുളത്ത് സ്കൂൾ ബസ് കത്തി നശിച്ചു. ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയ അപകടം ഒഴിവായി. വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസ സ്കൂളിലെ കുട്ടികളുമായി വന്ന സ്കൂൾ ബസ്സിനാണ് കല്ലൂർക്കാട് നീറമ്പുഴ കവലയിൽ വെച്ച് ഓട്ടത്തിനിടയിൽ തീപിടിച്ചത്. ഈ സമയം 25ഓളം കുട്ടികൾ വാഹനത്തിലുണ്ടായിരുന്നു. ബസിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വണ്ടി നിർത്തി കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൊട്ടടുത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റായ കല്ലൂർക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചെങ്കിലും ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2024 മോഡൽ പുതിയ ബസ്സിനാണ് തീപിടിച്ചതെന്നത് സ്കൂൾ അധികൃതരെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്ന മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാഞ്ചാർ പള്ളിക്കവലയിൽ റോഡിന്റെ വശത്തേക്ക് ഒതുക്കിയ ഗുഡ്സ് ട്രാവലറിൽ നിയന്ത്രണം നഷ്ടമായി വന്ന കാറിടിച്ച് അപകടമുണ്ടായി. ഞായറാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. കട്ടപ്പന ഭാഗത്തു നിന്നെത്തിയ ഗുഡ്സ് ട്രാവലർ പള്ളിക്കവലയിൽ വ്യാപാര സ്ഥാപനത്തിന് മുമ്പിൽ നിർത്തുന്ന സമയം എതിർദിശയിൽ നിന്നുമെത്തിയ കാർ നിയന്ത്രണ നഷ്ടമായി ട്രാവലറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ ട്രാവലർ പിന്നോട്ട് ഉരുണ്ടു നീങ്ങി. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ട്രാവലറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയ മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അശ്രദ്ധമായതും അമിത വേഗതയിലുമുള്ള ഡ്രൈവിംഗാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. മലയോര ഹൈവേയിൽ അടിയന്തരമായി സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നു. വണ്ടൻമേട് ചേമ്പുംകണ്ടത്ത് നിയന്ത്രണം നഷ്ടമായ ബൊലേറോ വാഹനം വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. വാഹനത്തിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി മോഹനും ഭാര്യ സോറിംഗ്ലിയും 2 കുട്ടികളും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇവർ വണ്ടൻമേട്ടിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം ചേമ്പുംകണ്ടം സ്വദേശി ആനന്ദിന്റെ വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു. വീടിന് സമീപം വെച്ചിരുന്ന 2 കുടിവെള്ള ടാങ്കുകൾ അപകടത്തിൽ തകർന്നു. വാഹനത്തിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. SFI കട്ടപ്പന ഏരിയ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് MS ശരത് ഉദ്ഘാടനം ചെയ്തു. SFI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് കട്ടപ്പന ഏരിയ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള UGC കരട്
ചട്ടം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കുന്ന UGC കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. SFI ജില്ലാ പ്രസിഡന്റ് MS ശരത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം SFI കേരളത്തിലെ ഗവർണർക്കെതിരെ വലിയ രീതിക്കുള്ള സമര പോരാട്ടങ്ങളുമായിട്ട് കടന്നുപോയതിന്റെയൊക്കെ കഥകൾ നമുക്കറിയാം. അപ്പോൾ ആ ഘട്ടത്തിലാണ് UGC ഇത്തരത്തിൽ പുതിയ ഒരു കരട് ചട്ടവുമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആരാണ് ഈ ഗവർണർ? ഈ ഗവർണറെ തീരുമാനിക്കുന്ന ആരാണ്? കേന്ദ്രമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്രം ഏതെങ്കിലും ഒരു സംഖ്യയെ 35 വയസ്സ് തികഞ്ഞ ഒരു ഇന്ത്യൻ പൗരന് ഗവർണറാകാം എന്നുള്ളതാണ് ഗവർണറാവാൻ വേണ്ടിയുള്ള അടിസ്ഥാന യോഗ്യത. അങ്ങനെ 35 വയസ്സ് തികഞ്ഞ് യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരാളെ കേരളത്തിന്റെ ഗവർണറായിട്ട് നിയമിച്ചുകൊണ്ട് അതിന്റെ കോലാഹലങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. അയാളെ വന്നിട്ട് കേരളത്തിലുള്ള മുഴുവൻ സർവകലാശാലകളെയും കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് എല്ലാ സർവകലാശാലകളിലേക്കും സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അടക്കം സംഘികളെ തിരികെ കയറ്റിക്കൊണ്ട് വലിയ രീതിക്കുള്ള കാവ്യവൽക്കരണം കേരളത്തിനകത്തുള്ള സർവകലാശാലകൾ നടത്തുന്നത് നമ്മൾ ഇതിനു മുന്നേ കണ്ടുപോയതാണ്. ആ ഘട്ടത്തിലാണ് UGC ഇത്തരത്തിലൊരു കരട് ചട്ടവുമായിട്ട് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഗവർണറെ ഈ പറയുന്ന വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ചാൻസലർ, അതായത് സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് പരമാധികാരം നൽകുകയാണ് ഈ പറയുന്ന ചട്ടത്തിലൂടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഏരിയ സെക്രട്ടറി ഫ്രെഡി മാത്യു അധ്യക്ഷനായിരുന്നു. അശ്വിൻ സനീഷ്, അഖിൽ ബാബു, മിലൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ലഹരിമുക്ത പുളിയന്മല എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരിവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പുളിയന്മലയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല എക്സൈസ് സബ് ഇൻസ്പെക്ടർ G. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നാളുകളായി പുളിയന്മലയും പരിസര പ്രദേശങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ് ലഹരി വസ്തുക്കളുടെ കച്ചവടം. അനധികൃത മദ്യവിൽപ്പന സംഘത്തിന് പിടിയിലാണ് മേഖല. ഇത് മദ്യപന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. വീടുകളിലും ഓട്ടോറിക്ഷകളിലുമാണ് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നത്. ഇതോടെ മേഖലയിലെ സ്ത്രീ സുരക്ഷയടക്കം കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ലഹരിവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പുളിയന്മലയെ ലഹരിമുക്ത പുളിയന്മല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ഉടുമ്പൻചോല എക്സൈസ് സബ് ഇൻസ്പെക്ടർ G. വിജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമായി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ വീടുകളിലെ കൊച്ചുകുട്ടികൾക്കും വീട്ടമ്മമാർക്കും നമുക്കുമൊക്കെ കിട്ടേണ്ട ഭക്ഷണത്തിനും മറ്റ് സൗകര്യങ്ങൾക്കും, നല്ല വീടിന്, നല്ല വസ്ത്രങ്ങൾക്ക് ഒക്കെയുള്ള സൗകര്യങ്ങൾക്കുള്ള കുറവ് വരികയാണ്. ഈ ഇങ്ങനെ ചെലവഴിക്കപ്പെടുന്ന പണത്തിലൂടെ മദ്യപിച്ചും മറ്റും ആരോഗ്യ പ്രശ്നമുണ്ടായി ചികിത്സിച്ച് പോകുന്ന അത്തരത്തിലുള്ള അപകടങ്ങളും അനവധിയാണ്. അങ്ങനെ ചെലവാകുന്നതും പണം വളരെയേറെ ചെലവാകുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മദ്യപാനം എന്നുള്ളത് നമുക്ക് ഉപദേശിച്ച് മാറ്റാനോ പറ്റുന്ന ഒരു ചെറിയ സംഗതിയല്ല. അത് ചികിത്സിച്ച് തന്നെ മാറ്റേണ്ട കാര്യങ്ങളാണ്. ഇതിന് അഡിക്റ്റായി പോയവരെ നമ്മൾ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത്. വണ്ടൻമേട് പഞ്ചായത്ത് അംഗം സെൽവി ശേഖർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ADS പ്രസിഡന്റ് സുമാ തങ്കപ്പൻ, CPIM ലോക്കൽ സെക്രട്ടറി N. രാജേന്ദ്രൻ, കോൺഗ്രസ് വണ്ടൻമേട് മണ്ഡലം സെക്രട്ടറി ജഗദീശൻ ആറുമുഖം, നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ജോസഫ്, TV സതീഷ്, മരിയ കൃഷ്ണൻ, രാജീവ് ബിജു, ജിനീഷ് തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു. 25 അജണ്ടകൾ കൗൺസിലിൽ ചർച്ചയായി. ഭരണകക്ഷിയിലെ I ഗ്രൂപ്പ് കൗൺസിലിൽ നിന്ന് വിട്ടുനിന്നു. ഭരണകക്ഷിയിലെ ചേരിപ്പോര് നഗരസഭയുടെ സുഗമമായ ഭരണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. 2025-26 വാർഷിക പദ്ധതി കരട് പദ്ധതി അംഗീകാരം, അവലോകനം, ജൈവ വളവിതരണം, തണലിടം പദ്ധതി, ഹൈമാക്സ് ലൈറ്റ് പരിപാലനം, നഗരസഭാ മീറ്റ് സ്റ്റാൾ ലേലാവകാശം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടത് തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായി. 22 അജണ്ടകൾ ഇന്ന് നഗരസഭാ കൗൺസിൽ പരിഗണിക്കുകയുണ്ടായി. നമ്മുടെ അടുത്ത വർഷത്തെ വാർഷിക പദ്ധതി വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായാണ് നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. കരട് പദ്ധതി ഈ വികസന സെമിനാർ വിളിച്ച് അതിൻ്റെ പദ്ധതി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ മാസം 22-ാം തീയതി 11 മണിക്ക് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് വികസന സെമിനാർ ചേരുന്നതിന് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മിനി മാസ് ലൈറ്റുകളെല്ലാം കേടായി കിടക്കുക. ആ മിനി മാസ് ലൈറ്റുകൾ മുഴുവൻ 2 വർഷ വാറണ്ടിയോടുകൂടി നന്നാക്കുന്നതിനാവശ്യമായ നടപടികൾ ഇന്ന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
എന്നാൽ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഭരണകക്ഷിയിലെ ഐ ഗ്രൂപ്പ് വിട്ടുനിന്നു. ഭരണകക്ഷിയിലെ ചേരിപ്പോര് നഗരസഭയുടെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. കട്ടപ്പന മുനിസിപ്പാലിറ്റി വേണ്ടത്ര വികസനങ്ങൾ നടത്താനോ കൂടി ആലോചിക്കാനോ പലപ്പോഴും സാധിക്കുന്നില്ല. ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു പോരാഴിയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലായി മുന്നോട്ട് പോകാതെ ഇതിനൊരു മാറ്റവും വരികയില്ല. ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പം ചേരിതിരിവ് ഓരോ പക്ഷം ചേർന്ന് ഉള്ള പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അതല്ല നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് ആവശ്യം. ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും ഏത് സ്വതന്ത്രനാകട്ടെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയാകട്ടെ ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാടിനോ യാതൊരു വികസനമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തോട് ഞങ്ങൾക്ക് ഒരു കാര്യത്തിനും യോജിപ്പില്ല. ഐ ഗ്രൂപ്പിലെ 10 അംഗങ്ങളിൽ 9 പേർ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട വിനോദമാണ് അണക്കെട്ടുകളിലെ ബോട്ടിംഗ്. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. അണക്കെട്ടിന്റെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ പെഡൽ ബോട്ടും ശിക്കാര ബോട്ടും കുട്ടവഞ്ചിയുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് കുണ്ടളയിലെത്തി ബോട്ടിംഗ് ആസ്വദിച്ച് മടങ്ങുന്നത്. മഴക്കാലം അവസാനിച്ചതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. മൂന്നാറിന്റെ കുളിരും പ്രകൃതി മനോഹാരിതയും ആസ്വദിക്കുന്നതിനൊപ്പം ബോട്ടിംഗ് സെന്ററുകളിലെ ബോട്ട് സവാരിയും സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. പരന്നു കിടക്കുന്ന അണക്കെട്ടിലെ ജലനിരപ്പിലൂടെ യൂക്കാലിപ്സ് മരങ്ങളുടെ തണൽ പറ്റി പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിലൂടെയുള്ള കുണ്ടള അണക്കെട്ടിലെ ബോട്ടിംഗ് സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളിവിടെ പൊങ്കൽ വെക്കേഷൻ മൂന്നാർ വന്നായിരുന്നു. ഇവിടെ കുണ്ടല ഡാമിൽ വന്നേച്ച് ബോട്ടിംഗ് പെഡൽ ബോട്ടിംഗ് ചെയ്തു. ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഈ ഒരു ക്ലൈമറ്റിലൂടെ വന്നെന്ന് റിക്വസ്റ്റ് ചെയ്തു. ഇറ്റ്സ് റിയലി അമേസിംഗ്. അണക്കെട്ടിന്റെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ പെഡൽ ബോട്ടും ശിക്കാര ബോട്ടും കുട്ടവഞ്ചിയും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ദിവസവും നിരവധി സഞ്ചാരികളാണ് കുണ്ടള അണക്കെട്ടിലെത്തി മടങ്ങുന്നത്. കുണ്ടള അണക്കെട്ടിന് പുറമെ മാട്ടുപ്പെട്ടി, ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളിലും ബോട്ടിംഗ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സൗകര്യമുണ്ട്. വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് ഇരവികുളം ദേശീയോദ്യാനം അടയ്ക്കുക കൂടി ചെയ്താൽ സഞ്ചാരികൾ കൂടുതൽ സമയം ബോട്ടിങ്ങിനായി ചിലവഴിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അടിമാലി 200 ഏക്കറിൽ നന്മ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. പൊന്മണി H4 ഇനത്തിൽപ്പെട്ട നെല്ലായിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ഇറക്കിയിരുന്നത്. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. അടിമാലി 200 ഏക്കറിൽ നന്മ കൃഷിക്കൂട്ടത്തിന്റെ കീഴിലുള്ള കർഷകരുടെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി ഇറക്കിയിരുന്നത്. കൃഷി ഇറക്കിയ നെല്ല് മൂപ്പത്തി പാകമായതോടെ കർഷകർ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു ഉത്സവം തന്നെയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയോജിതമായിട്ട് 14 ഹെക്ടറോളം സ്ഥലങ്ങളിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നെൽകൃഷി നടത്തുന്നുണ്ട്. ഇത് പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്. 12ാം വാർഡും 13ാം വാർഡിലെയും കൂടെ ഉൾപ്പെട്ട് നന്മ കൃഷിക്കൂട്ടത്തിൻ്റെ കൊയ്ത്തുത്സവമാണ് ഇവിടെ നടക്കുന്നത്. പൊന്മണി H4 ഇനങ്ങളിൽപ്പെട്ട നെല്ലായിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ഇറക്കിയിരുന്നത്. ഇതിൽ പൊന്മണി ഇനത്തിൽപ്പെട്ട നെൽച്ചെടികളുടെ വിളവെടുപ്പാണ് നടന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 13, 14 വാർഡുകളിൽ ഉൾപ്പെടുന്ന 10 ഏക്കറിലധികം സ്ഥലത്ത് കർഷകർ ഇവിടെ കൃഷി ഇറക്കിയിട്ടുണ്ട്. നെൽകൃഷിക്ക് പുറമെ കപ്പ, വാഴ തുടങ്ങിയ ഇതര കൃഷികളും നടത്തുന്നുണ്ട്. വിളവെടുത്ത നെല്ല് പ്രാദേശികമായി വിറ്റഴിക്കാനാണ് കർഷകരുടെ ശ്രമം. വിളവെടുപ്പ് ഉത്സവത്തിൽ കൃഷി ഓഫീസർ സിജി അനിൽ, കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബസംഗമം നടന്നു. CSI ഗാർഡനിൽ വെച്ച് നടന്ന സംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബസംഗമമാണ് കട്ടപ്പന CSI ഗാർഡനിൽ നടന്നത്. സംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറാണക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ആശ്രയ കേന്ദ്രങ്ങളായ സഹകരണ മേഖല തകർന്നു പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറാണക്കുന്നേൽ പറഞ്ഞു. ഈ നട്ടം തിരിയുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, നമുക്ക് നിക്ഷേപിക്കുന്ന നിക്ഷേപമാണ് ബാങ്കുകൾ ലോണായിട്ട് നമ്മൾ കൊടുക്കുന്നത്. 80% നിക്ഷേപവും ഒരു ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് ഇങ്ങനെ പല ബാങ്കുകളും പൊട്ടുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നിക്ഷേപം കേൾക്കുവാൻ, നിക്ഷേപം സ്വീകരിക്കും, നിക്ഷേപത്തിന് വേണ്ടി ആളുകൾ ഓടിക്കന്നാൽ ആ നിക്ഷേപം പെട്ടെന്ന് കൊടുക്കുവാനൊക്കെ കഴിയുന്നില്ല.
അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ആൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം, കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുവാൻ ജോയി സാറിൻ്റെ ഭരണകാലത്തിൽ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അഭിമാനകരമാണ്, നമ്മളെ സംബന്ധിച്ചും സന്തോഷകരമായ ഒരു കാര്യമാണ്. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴിയുടെ അധ്യക്ഷതയിൽ കൂടിയ കുടുംബസംഗമത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ മോൻസി ജേക്കബ്, ഭരണസമിതി അംഗങ്ങളായ ജോയി ആനത്തോട്ടം, ടി ജെ ജേക്കബ്, മനോജ് മുരളി, ബാബു ഫ്രാൻസിസ്, സജീവ് മോൻ കെ എസ്, സിനുവാനുമേൽ, രജീന്ദ്രൻ പി എം, അരുൺകുമാർ കെ ടി, സബിത സന്തോഷ്, സിന്ധു വിജയകുമാർ, ശാന്തമ്മ സോമരാജൻ, സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. നാടിന്റെ ഇന്നലകളെ കോർത്തിണക്കി ആത്മകഥയുമായി മുൻ വനം വകുപ്പ് ജീവനക്കാരൻ. ഓർമ്മച്ചിപ്പും നൊമ്പരത്തിപ്പൂവും ബൈസൺവാലിക്കാരനും എന്ന പുസ്തകമാണ് കെ ഡി അനിൽകുമാർ രചിച്ചത്. പുസ്തകത്തിന്റെ പ്രകാശനം സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കൂട്ടുകാർ ഒത്തുചേർന്ന വേദിയിൽ നിർവഹിച്ചു. ബൈസൺവാലിയിലെ കുടിയേറ്റ ജീവിതവും ബാല്യകാല സ്മരണകളും ഔദ്യോഗിക ജീവിതത്തിന്റെ ഓർമ്മകളും കോർത്തിണക്കിയാണ് ഓർമ്മച്ചിപ്പും നൊമ്പരത്തിപ്പൂവും ബൈസൺവാലിക്കാരനും എന്ന പേരിൽ കെ ഡി അനിൽകുമാർ ആത്മകഥ രചിച്ചത്. നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യം, ഇന്ന് കുട്ടികൾ വായനയില്ല, ഇതെന്താണെന്നൊന്ന് രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ തലമുറയും കൂടി ഇതെന്തായിരുന്നു, അവരുടെ പിതാമഹന്മാർ എന്തായിരുന്നു എന്ന് അവരറിയുന്നതിന് വേണ്ടി ഞാൻ എഴുതി തുടങ്ങിയതാണ്. അങ്ങനെ എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ബൈസൺവാലിയുടെ കഥയായി മാറി. ബൈസൺവാലിയുടെ കഥയായി ഇവിടുത്തെ സാംസ്കാരികമായി, ഇവിടുത്തെ അമ്പലങ്ങളായി, പള്ളിയായി, അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും എഴുതി. ഓരോ രാഷ്ട്രീയ പ്രവർത്തനമായി, ഇവിടുത്തെ വായനശാലയായി, അങ്ങനെ ബൈസൺവാലിക്കാരായി, പിന്നെ എൻ്റെ കളിക്കൂട്ടുകാരായി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ നടന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും ബൈസൺവാലിയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ്. അത് സാഹിത്യ ഭാഷയിലൊന്നുമല്ല, നാടൻ ഭാഷയിൽ, ഞങ്ങളുടെ ഭാഷയിൽ എഴുതിയേക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പ്. അത് ആത്മകഥയായിട്ട് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നു വരും തലമുറയ്ക്ക് വേണ്ടി. ബൈസൺവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1984 ബാച്ചിന്റെ റീയൂണിയൻ വേദിയിൽ പുസ്തക പ്രകാശനം എഴുത്തുകാരന്റെ മാതാവ് മീനാക്ഷി ദാമോദരൻ നിർവഹിച്ചു. കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ വായന മരിച്ചു എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് വായനയുടെ വ്യത്യസ്ത തലങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ അത് ഓരോരുത്തരുടെ ജീവിതങ്ങൾ, ദേശത്തിൻ്റെ കഥകളൊക്കെ വായിക്കാൻ വേണ്ടി പുതിയ തലമുറ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഏറ്റവും വളരെ ലളിതമായ രീതിയിൽ ഏതാണ്ട് ഒരു മൂന്നാമത്തെ ഉയരം കൂടിയ ഒരു മലയുടെ അടിവാരത്താണ് നമ്മൾ നിൽക്കുന്നത്, വൈസമ്മാലി. അപ്പോൾ ഈ വൈസമ്മാലിയുടെ ജനങ്ങൾ അന്ന് അനുഭവിച്ച കഷ്ടപ്പാടും യാതനകളും ഏതാണ്ട് ഒരു 1/2 നൂറ്റാണ്ടോളം ജീവിച്ച ഒരു മനുഷ്യൻ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കഥ, ദേശത്തിൻ്റെ ഒരു കഥ, അതൊരു വ്യക്തിയിലൂടെ, ആ വ്യക്തിയുടെ വളർച്ചയിലൂടെ, ആ വ്യക്തിയുടെ ദുരൂഹതകളിലൂടെ, ആ വ്യക്തി അനുഭവിച്ചിരുന്ന യാതനകൾ, വേദനകൾ, സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സംസാര ഭാഷയിലൂടെയുള്ള, ഐറേഞ്ചിയൻ ഭാഷയിലുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കാനിടയായി. നാടിന്റെ അതിജീവന കഥകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുതായി ആരംഭിച്ച SVEP പ്രൊജക്ടിന്റെ ഭാഗമായി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ പരിശീലന പരിപാടി നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമീണ മേഖലയിൽ സംരംഭക വികസനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ മുഖേന കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ്. നോൺ ഫാം മേഖലയിൽ നിശ്ചിത എണ്ണം സംരംഭങ്ങൾ രൂപീകരിക്കുന്നതിന് ധനസഹായവും പിന്തുണാ സഹായവുമാണ് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നൽകുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ CDS ചെയർപേഴ്സൺ ലിജുമോൾ ഷിബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒരേ വർഗ്ഗം വന്ന് 6 പേരും അയൽക്കൂട്ടത്തിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതതുപോലെയല്ല, ഇതിന് പ്രത്യേകിച്ച് ഇതിനുള്ള പ്രത്യേക ട്രെയിനിങ്ങുകളൊന്നും, പ്രത്യേകിച്ച് നമ്മുടെ കട്ടപ്പന ബ്ലോക്കിലുള്ള 6 പഞ്ചായത്തിൽ നിന്ന് MVCമാരുണ്ട്, അവർ കൃത്യമായ ട്രെയിനിങ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുടുംബശ്രീ വഴി ഒരു ട്രെയിനിങ് കൃത്യമായി തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റി അറിയുന്നു അല്ലേ? ഒരാഴ്ച അല്ലേ 19 ദിവസം നമ്മളെ ട്രെയിനിങ്, അത് നമ്മൾ കുറേ പേര് നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ആ പഠിച്ചവരൊക്കെ നമ്മൾ ഓരോ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സംരംഭം, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് ഒരു സ്വയം തൊഴിൽ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം GB രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. SVEP സംരംഭത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും സംരംഭക സാധ്യതയെപ്പറ്റിയും സംരംഭകർക്ക് മനസ്സിലാക്കുന്നതിനായിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന 40ഓളം കുടുംബശ്രീ അംഗങ്ങൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു.
വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച സൂപ്പർ ജിമ്മി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകരും സിനിമാ താരങ്ങളും കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി. സിനിമാ താരം കോബ്ര രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ചിത്രമാണ് സൂപ്പർ ജിമ്മി. ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും മുരിക്കാട്ടുകുടി സ്കൂളിൽ എത്തിയത്. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിൽ അണിയറ പ്രവർത്തകർ നേരിട്ടെത്തി വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നൽകുന്നുണ്ട്. കട്ടപ്പന പുളിയന്മല സ്വദേശിയായ ദേവനന്ദ രതീഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സൂപ്പർ ജിമ്മിയിൽ മറ്റ് ഒട്ടനവധി താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂളിൽ നടന്ന പരിപാടി ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലൂടെ കോമഡി വേഷം ചെയ്ത പ്രശസ്തനായ കോബ്ര രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞങ്ങൾ എത്തിക്കുന്നത് ഒരു അപേക്ഷയായിട്ടാണ്. സൂപ്പർ ജിമ്മി എന്നുള്ള സിനിമ നിങ്ങൾ കഴിഞ്ഞാൽ ഒരുപാട് സിനിമ ഇറങ്ങുന്നു പോകുന്നു, എന്തിനാ സ്കൂളിൽ വന്ന് ഈ സിനിമ പിന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം സാർ പറഞ്ഞു മയക്കുമരുന്നിൻ്റെ ഒരു വിഷയമാണ്. അതല്ല, എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഒപ്പം നിങ്ങളുടെ ഈ നാടിൻ്റെ ഒരു കലാകാരി ദേവനന്ദ നല്ല വേഷം ചെയ്യുന്നുണ്ട്. തൊട്ട് ഒരു ദുഃഖ കഥാപാത്രമാണ്, ഒരു തമിഴ് പെൺകുട്ടിയാണ്. പോയി കാണുക. അതുമാത്രമല്ല, ഈ സിനിമയിൽ ചിരിക്കാൻ മറ്റുള്ള എൻ്റെ പല സിനിമകളും കണ്ടുണ്ടായി. ഇതൊക്കെ ഞാൻ കുടിയനാണ്, ഇതിനകത്ത് ഞാൻ കുടിയനല്ല, ഫുൾ കഞ്ചാവ്. അവസാനം എൻ്റെ കഥാപാത്രം ഇത് ഉപേക്ഷിക്കുന്ന ഒരു സംഭവം പടത്തിലുണ്ട്. അത് കണ്ടുകൊണ്ട് മനസ്സിലാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സാധനം വേണ്ട എന്ന് ഞാൻ കൂടുതൽ പറഞ്ഞ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിരുദ്ധം ഞാൻ പറഞ്ഞ ആവശ്യം നിങ്ങൾക്കറിയാം, മടുക്കും. പക്ഷേ ഈ പടത്തിലൂടെ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇത്രയും ഭീകരനായിരുന്നു ഈ മയക്കുമരുന്ന് എന്നെ മക്കൾ മനസ്സിലാക്കും. അനു പുരുഷോത്തമനാണ് കഥ, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. ജനുവരി 24-ന് സിനിമ തിയേറ്ററുകളിൽ എത്തും. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, പ്രൊഡ്യൂസർ രാജീവ് മലയാലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ സമാപിച്ചു. ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണത്തോടുകൂടിയാണ് തിരുനാളിന് സമാപനമായത്. 3 ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്. കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ മധ്യസ്ഥരായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നു വന്നിരുന്നത്. സമാപന ദിവസം ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. തുടർന്ന് സ്നേഹവിരുന്നോടെയാണ് തിരുനാൾ സമാപിച്ചത്. പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. സമാപന ദിവസം ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു. തിരുനാളിനോടനുബന്ധിച്ച നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഭക്ത നിർഭരമായ കൂദാശകളും തിരുക്കർമ്മങ്ങളിലും സംബന്ധിച്ച നിരവധി പേരാണ് സായുജ്യമണിഞ്ഞത്. ഇടവക വികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ കിളിരൂപ്പറമ്പിൽ, കൈക്കാരന്മാരായ റോയ്സ് ഐക്കരക്കുന്നേൽ, ജോർജ് കുരിശിങ്കൽ എന്നിവർ നേതൃത്വം വഹിച്ചു. കട്ടപ്പന കൊച്ചുതോവാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവം സമാപിച്ചു. കട്ടപ്പന ടൗൺ ചുറ്റി നടന്ന മഹാതാലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ജനുവരി 15 മുതൽ 19 വരെയാണ് ഉത്രം തിരുനാൾ മഹോത്സവം വിപുലമായി സംഘടിപ്പിച്ചത്. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾക്ക് പുറമെ ഗാനമേള, കൈകൊട്ടിക്കളി, നൃത്തസന്ധ്യ, മഹാകലശാഭിഷേകം തുടങ്ങിയവയും നടന്നു. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP മറനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് കുമാർ പാതയിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, യൂണിയൻ കമ്മിറ്റി അംഗം PG സുധാകരൻ, വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ, ക്ഷേത്രം മേൽശാന്തി നിശാന്ത് ശാന്തികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന ദിവസം കട്ടപ്പന ടൗൺ സിറ്റി നടന്ന മഹാ താലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയ ശേഷം തിരുവനന്തപുരം ബീറ്റ്സിന്റെ ഗാനമേളയും നടന്നു.
തമിഴ്നാട്ടിലെ പ്രശസ്തമായ അരുൾമികു ആദിപരാശക്തി ക്ഷേത്രത്തിലേക്ക് വണ്ടിപ്പെരിയാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തീർത്ഥാടന യാത്ര ആരംഭിച്ചു. മേൽമറവത്തൂർ തീർത്ഥാടന ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മേൽമറവത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ അരുൾമികു ആദിപരാശക്തി ക്ഷേത്രത്തിലേക്ക് വർഷങ്ങളായി തീർത്ഥാടന യാത്ര നടത്തിവരാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് 10ഓളം സംഘങ്ങൾ ഇത്തവണയും യാത്ര ആരംഭിച്ചത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ശ്രീകോവിലിനുള്ളിൽ കയറി ക്ഷേത്രപ്രതിഷ്ഠയായ ദേവിയെ ആരാധിക്കാമെന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത. അംഗപ്രദർശനം, നവരാത്രി നാളിലെ ആടിക്കളർ, വിശുദ്ധ അഖണ്ഡം തെളിയിക്കൽ, നാഗപീഠത്തിൽ നാരങ്ങാ ദീപം തെളിയിക്കൽ എന്നീ ആചാരങ്ങൾ ക്ഷേത്രത്തിൽ നടത്തിവരാറുണ്ട്. ശബരിമല തീർത്ഥാടനം പോലെ വ്രതശുദ്ധിയോടുകൂടി ചുവപ്പ് മാല ചാർത്തിയാണ് തീർത്ഥാടകർ ക്ഷേത്രത്തിൽ എത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും ഇരുമുടിക്കെട്ടുമേന്തി ചുവപ്പ് വസ്ത്രമണിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്താം. ക്ഷേത്രത്തിലെത്തുന്ന നാനാജാതി മതസ്ഥർക്കും അവരവരുടെ മതാചാരപ്രകാരം പൂജകൾ ചെയ്യാമെന്ന പ്രത്യേകതയും ക്ഷേത്രത്തിനുണ്ട്. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തിരിച്ച തീർത്ഥാടക സംഘങ്ങൾ വിവിധ ക്ഷേത്ര ദർശനങ്ങൾക്ക് ശേഷമാവും തിരികെ എത്തുക. സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെയും നവദർശന ഗ്രാമിന്റെയും പുളിയമല ക്രൈസ്റ്റ് കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിമോക്ഷ 2K25 എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ജനുവരി 21 സംഘടിപ്പിക്കുന്നു. പുളിയമല ക്രൈസ്റ്റ് കോളേജിൽ നടക്കുന്ന പരിപാടി കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI ഉദ്ഘാടനം ചെയ്യും. കാഴ്ചയിലേക്ക് നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കേരളത്തിന്റെ അഭിമാനമാണ് ഇടുക്കി. സ്വാതന്ത്ര്യാനന്തരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കിയുടെ മലനിരകളെ കേരളത്തോട് ചേർത്തു നിർത്തിയത് അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ ദീർഘവീക്ഷണമായിരുന്നു. ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിൽ സ്ഥാപിതമായ പട്ടം കോളനിയിലൂടെയാണ് ഇടുക്കിയെ കേരളത്തിന്റെ സ്വന്തമാക്കിയത്. രൂപീകരണത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന പട്ടം കോളനിയുടെ വിശേഷങ്ങളിലേക്ക്. അര അണ വിലയുള്ള ഭൂമിയിൽ അപേക്ഷിച്ച കർഷകർക്ക് പതിച്ചു നൽകിയത് 5 ഏക്കർ ഭൂമി. കർഷകനാണെന്ന് വിലയിരുത്തിയത് കയ്യിലെ തഴമ്പ് നോക്കി. പണിയായുധങ്ങളും വായ്പയും നൽകിയാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലയിലേക്ക് കർഷകരെ കുടിയിരുത്തിയത്. ഹൈറേഞ്ചിലേക്ക് എത്തിയ കർഷകരെ കാത്തിരുന്നത് പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു. എന്തോ ഒരു ദുരിതമായിരുന്നു. ഓരോരുത്തർ പട്ടിണി കിടന്ന് ഞങ്ങളൊക്കെ പട്ടിണി കിടന്നില്ല. ഓരോരുത്തര് പട്ടിണി കിടന്ന് പാണ്ടിയിലൊക്കെ പോയി ഓരോന്ന് വിറവ് കൊണ്ട് പോയി പാണ്ടിയുടെ സാധനം മേടിച്ചുകൊണ്ട് വരുന്നു. വെട്ടിറങ്ങിയിട്ട് വെയിലെളിയുമ്പോ എല്ലാരും വെയിലത്ത് പോയിരിക്കും. വെയിൽ കൊള്ളാന് ഭയങ്കര തണുപ്പാ. കടുത്ത മൂടൽ മഞ്ഞ, കൊടും തണുപ്പ, ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇടതൂർന്ന പോതപ്പുല്ല് നിറഞ്ഞ ഭൂമി. കർഷകർ നേരിട്ട പ്രതിസന്ധികൾ നിരവധിയായിരുന്നു. തമിഴ് ഭൂരിപക്ഷ മേഖലകളായ ഇന്നത്തെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകൾ കേരളത്തിനൊപ്പം നിലനിർത്തുക എന്നതായിരുന്നു ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം. പട്ടം കോളനിക്ക് പുറമെ കാന്തല്ലൂർ, ദേവിയാർ കോളനികളും സ്ഥാപിച്ചു. ഇന്നത്തെ നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പട്ടം കോളനിയിൽ 5 ഏക്കർ വീതമുള്ള 1397 ബ്ലോക്കുകളാണ് അനുവദിച്ചത്. മുണ്ടിയിരുമയിലും തേർഡ് ക്യാമ്പിലും പൊതു ആവശ്യങ്ങൾക്കായും ഭൂമി നീക്കിവെച്ചു. മലയോര കുടിയേറ്റ കർഷക ജനതയുടെ ഏറ്റവും വലിയ അവിസ്മരണീയമായ ഒരു ദിനത്തിലേക്കാണ് 70ാമത് വാർഷികത്തിലേക്ക് പട്ടം കോളനി കടക്കുന്നത്. ഈ മണ്ണിൽ അത്യധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കി മണ്ണിൽ വിയർപ്പ്
ഉണ്ടാക്കി സുഗന്ധവ്യഞ്ജന മേഖലയുടെ പ്രദേശമാക്കി ഈ പ്രദേശത്തെ മാറ്റിയ ഒരു കൂട്ടം കർഷക ജനതയുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കഥകളാണ് 70 ആണ്ട് പിന്നിടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. തമിഴ്നാടിൻ്റെ ഭാഗമായി മാറിപ്പോവേണ്ട ഈ പ്രദേശത്തെ എല്ലാം കേരളത്തിൻ്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ പട്ടം താണുപിള്ള നടത്തിയ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടും ശക്തമായിട്ടുള്ള നീക്കവുമായിരുന്നു കല്ലാർ പട്ടം കോളനിയിൽ കർഷകരെ കുടിയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. കർഷകർക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ഭൂമി അനുവദിച്ചു. ഒപ്പം വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ആരംഭിച്ചു. നാനാജാതി മതസ്ഥരെയും ഒരുപോലെ ഉൾപ്പെടുത്തിയാണ് ഭൂമി അനുവദിച്ചത്. 1955 ജനുവരി മാസം 20-ാം തീയതി ഭൂമി 5 ഏക്കർ കൃഷിക്കാർക്ക് കൃഷി ചെയ്ത് അവരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 5 ഏക്കർ വീതം ഭൂമിയാണ് അന്ന് നൽകിയിരുന്നത്. അങ്ങനെ 5 ഏക്കർ വീതം ഭൂമി നൽകിയിരുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ചവർക്ക് ജീവിക്കാൻ മതിയായ ഒരു സാഹചര്യമില്ല. കാരണം ആഹാര വസ്തുക്കൾ, യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ബാല്യത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്ന വാഹന സൗകര്യം എന്ന് പറയുന്നത് കുമളി മൂന്നാർ എന്ന ഒരു MPT എന്ന് പറയുന്ന ഒരു ബസ് മാത്രമാണ്. അത് പാമ്പാടംപാറ വഴി പോകും. അപ്പോൾ പാമ്പാടംപാറ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വേണം നമ്മൾ ഈ പട്ടം കോളനി പ്രദേശത്തേക്ക് കടന്നു വരാനായിട്ട്. ബാക്കി കുറേ ആൾക്കാർ നെടുങ്കണ്ടം കോമ്പയാറ് ഭാഗത്ത് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് നെടുങ്കണ്ടത്തി എന്നിറങ്ങാം. ബാക്കിയുള്ളവർ പാമ്പാടംപാറയിൽ നിന്ന് ഇറങ്ങി വേണം വരാൻ. അങ്ങനെ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ നടന്ന് ചുമടുമായിട്ട് നാട്ടിൽ നിന്ന് എല്ലാ ചുമടും ആഹാര സാധനങ്ങളടക്കം ഉള്ളത് കൊണ്ടിരുന്നത് നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് കൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ടിരുന്ന വഴിക്ക് വന്യമൃഗങ്ങളുടെ ശല്യം, കാട്ടാനയുടെ ഉപദ്രവം അടക്കമേറ്റ് പലരും മരിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങളടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പട്ടം കോളനി അനുവദിച്ച പട്ടം കോളനിയുടെ കുടിയിരുത്തപ്പെട്ട കൃഷിക്കാർക്ക് ഉപജീവനത്തിന് വേണ്ടി ആണ് അന്ന് 900 രൂപ ലോൺ അനുവദിക്കുന്നത്. ബ്ലോക്ക് അനുവദിച്ച കൂട്ടത്തിൽ തന്നെ 900 രൂപ ലോൺ അനുവദിച്ചു. പട്ടം കോളനിയുടെ വിജയകഥ കൂട്ടായ്മയുടെ വിജയഗാഥയാണ്. നാടിന്റെ സപ്തതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷമാക്കുകയാണ് നാട്ടുകാർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാൽ ഏല വിവരം. ആകലോട്ട് 240, വിൽപ്പനയ്ക്ക് വന്നത് 73,179, വിൽപ്പന നടന്നത് 71,372, കൂടിയ വില 3,346, ശരാശരി വില 2,998. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 635 രൂപ, ഏലം കൂടിയ വില 2,950, ഏലം ശരാശരി വില 2,700, കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 7,450 രൂപ, വെള്ളി 104. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി. സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാരോ ഇല്ലാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. കുമളി ചോറ്റുപാറയിൽ വിവാഹ ആവശ്യത്തിന് വെച്ചിരുന്ന പണവും സ്വർണവും മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. പിടിയിലായത് വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശി മഹേന്ദ്രൻ. ഇയാളുടെ പേരിൽ നിരവധി മോഷണ കേസുകൾ ഉള്ളതായി പോലീസ്. CPM വണ്ടൻമേട് ഏരിയ കമ്മിറ്റിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമെന്ന നേതാക്കൾ. രാഷ്ട്രീയ എതിരാളികളുടെ ഗൂഢലക്ഷ്യമാണ് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും വണ്ടൻമേട് ഏരിയ കമ്മിറ്റി.
മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച നാട്ടുകാർ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ ചില സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പ്രദേശവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.